ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നു. UDF കൺവീനർ അടൂർ പ്രകാശിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. SIT ചോദ്യം ചെയ്യുകയാണ്. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവരികയും വിവാദമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ചായിരിക്കാം ഒരുപക്ഷെ SIT കൂടുതൽ ചോദിച്ചറിയാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്ന വിവരം വരുന്നു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ഷഫീദ്, അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വ്യാപകമായി വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അദ്ദേഹം അതിന് വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തു. ഈ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ UDF കൺവീനറായ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് നോട്ടീസ് നൽകിയതായിട്ടാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഇപ്പോൾ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ അടൂർ പ്രകാശ് അതേപോലെ തന്നെ മറ്റ് നേതാക്കളുമോടൊക്കെ നിൽക്കുന്ന ഫോട്ടോകൾ, ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ ആരെയൊക്കെ മൊഴിയെടുക്കണം, ആരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യണം എന്നൊരു പട്ടിക SIT തയ്യാറാക്കിയിരുന്നു. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം അല്ലെങ്കിൽ ഉള്ള ബന്ധം അതടക്കമുള്ള കാര്യങ്ങളാകും SIT ചോദിച്ചറിയുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശിച്ചു. അതേപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ അടൂർ പ്രകാശുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാനാണ് നിലവിലിപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രം. പോറ്റിയുടെ സുഹൃത്തുക്കളായിരുന്ന രമേശ് റാവു, അനന്ത സുബ്രഹ്മണ്യം ഇവരൊക്കെ ഉൾപ്പെടുന്ന ചിത്രം ഉണ്ടാവുകയും ഇതിൽ അടൂർ പ്രകാശിന് മറുപടി പറയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധം, സാമ്പത്തിക ഇടപെടലുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചാണല്ലോ SITയുടെ അന്വേഷണം. അതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? ഉറപ്പായിട്ടും. കാരണം രണ്ടു കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ചില കാര്യങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ, അതായത് ശബരിമലയല്ല അതിന് പുറത്തേക്ക് അവർ തമ്മിൽ ചില കാര്യങ്ങൾ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള സൂചന ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല ചില ചിത്രങ്ങൾ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അടൂർ പ്രകാശ്, സോണിയാഗാന്ധി ഉൾപ്പെടെ അങ്ങോട്ട് നീളുന്ന ചില ചിത്രങ്ങൾ അടക്കം SIT ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്നു. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരുടെയും മൊഴിയെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഏറ്റവും ഒടുവിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം, ശബരിമല ഹൈക്കോടതിയിൽ കൊടുത്തതിന് ശേഷം ചില ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചതായിട്ടാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അടൂർ പ്രകാശിലേക്ക് ചോദ്യം ചെയ്യൽ നീണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുക. നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവരുടെ മൊഴി സമാനമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് കൂടി അന്വേഷണ സംഘം പോകുന്നത്. രാഷ്ട്രീയ വിവാദം, അതായത് രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ ഹൈക്കോടതി SITയോട് നിർദ്ദേശമായി നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നിലവിലെ ചോദ്യം ചെയ്യലിലെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ ഷഫീദ്. അതിനിടയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാധാരണ നിലയിലുള്ളതല്ല, അതിലും കൂടുതൽ അടുപ്പമുള്ള ഒരു ബന്ധം അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഭരണപക്ഷത്തു നിന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. മാത്രമല്ല പുറത്തു വന്ന ചിത്രത്തിൽ, അതായത് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ നിൽക്കുന്ന ആ ചിത്രത്തിൽ ഒപ്പമുണ്ടായിരുന്നത് പോറ്റിയുടെ സുഹൃത്തുക്കളാണ്, രമേശ് റാവുവും അതുപോലെ അനന്ത സുബ്രഹ്മണ്യവും. അതിൽ ഉപഹാരങ്ങൾ കൈമാറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്ന മൊഴിയിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും, ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും താൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സോണിയാഗാന്ധിയും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അടൂർ പ്രകാശുമായി നിൽക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നതുമൊക്കെ. ഇത് എവിടെ നടന്ന ചടങ്ങാണ്, എപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുള്ളത്, ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ളത്, ഈ കാര്യങ്ങളിലൊന്നും ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. ഒരുപക്ഷെ SITയുടെ ഈ ചോദ്യം ചെയ്യൽ ആ അർത്ഥത്തിൽ വളരെ നിർണായകമാണ്. ഉറപ്പായിട്ടും. നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നതനുസരിച്ച് നേരത്തെ
ശബരിമലയിലെ എ പത്മകുമാർ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്ത പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. അല്പസമയം മുൻപ് അടൂർ പ്രകാശ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തി അദ്ദേഹത്തെ അവിടെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിർണായകമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ, പ്രത്യേകിച്ച് അടൂർ പ്രകാശ് ചില ഫോട്ടോ വിവാദം നമ്മൾ കണ്ടതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോ വിവാദങ്ങൾ നിയമസഭയ്ക്കകത്തടക്കം നമ്മൾ ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും പ്ലക്കാർഡും ബാനറും ഒക്കെ ഉയർത്തി നടത്തുന്ന ചില നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ, അതായത് അതിനെപ്പോലെ തന്നെ നിയമസഭയ്ക്ക് പുറത്തും രാഷ്ട്രീയ വിവാദം നമ്മൾ കണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആർക്കാണ് അടുപ്പമുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലതരത്തിൽ ഉയർന്നതുമാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഏത് ഉന്നതനാണെങ്കിലും അന്വേഷണം വ്യാപിപ്പിക്കണം, അവരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ SITക്ക് നിർദ്ദേശമായി നൽകിയത് ഹൈക്കോടതിയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇതിനകത്ത് ഉണ്ട്. ഏതായാലും അടൂർ പ്രകാശ് 2014 മുതൽ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ, അത് സ്വാഭാവികമാണ്, ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അറിയാമായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ SITക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം SIT എടുത്തത് എന്നുള്ളതും നിർണായകമായിട്ടുള്ളൊരു വിവരം. അങ്ങനെയാണെങ്കിൽ ഷഫീദ്, ഇത് ഒരു അടൂർ പ്രകാശിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം, അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽവാസിയായിരുന്ന വിക്രമൻ നായർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ദേവസ്വം മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് പല രാഷ്ട്രീയ നേതാക്കളും വന്നിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവർക്ക് പിന്നാലെ അടൂർ പ്രകാശും പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ രാഷ്ട്രീയക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരു രീതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ്. അപ്പോൾ അടൂർ പ്രകാശിലേക്ക് മാത്രമല്ല, കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഈ ചോദ്യം ചെയ്യലൊക്കെ നീളാനുള്ള സാധ്യത നമ്മൾ കാണണം, അല്ലേ? GK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്ന ഒരു കാര്യം, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ചുനാൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മാത്രവുമല്ല, രാഷ്ട്രീയമായി കേരളത്തിന്റെ പൊതുചിത്രത്തിൽ ശബരിമല സ്വർണ്ണക്കുള്ള ആരോപണ പ്രത്യാരോപണങ്ങളായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ SITയുടെ ചോദ്യം ചെയ്യൽ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. മാത്രവുമല്ല, ഇടതുപക്ഷത്തിലെ ഉന്നതരെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം അത് അന്വേഷണ സംഘം നടത്തുന്നു എന്നുള്ള പ്രതിപക്ഷ ആരോപണം അടക്കം ആ പശ്ചാത്തലത്തിലുണ്ട്. പക്ഷേ SITയെ സംബന്ധിച്ച് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അടക്കം ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യങ്ങളിൽ SIT ഉന്നതർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ഉന്നതരെ ചോദ്യം ചെയ്യണം എന്നുള്ള പശ്ചാത്തലം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹം നമുക്കറിയാം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് ഈ കിളിമാനൂരിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയെന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അത് വലിയ ചർച്ചയായിരുന്നു. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും നടത്തിയ ചില കൂടിക്കാഴ്ചകൾ, അതിന്റെ അടക്കം ചില ഫോട്ടോകളടക്കം പുറത്തു വന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.